ജസ്റ്റിൻ പാലത്ര കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ജസ്റ്റിൻ പാലത്ര. ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ വന്നത് വാങ്ങാനുള്ളൊരു വിഷമം എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കയ്യിലുള്ള സ്വർണം എങ്ങനെയെങ്കിലും വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ള തരത്തിലേക്കാകും കാര്യങ്ങൾ പോവുക അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്വർണ്ണ വില ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സമയത്ത് ഈ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് അവരുടെ ഒരു ആശങ്ക എങ്ങനെയാണ്? അതെ, വില ഇങ്ങനെ ക്രമാതീതമായി കൂടുന്നത് സ്വർണ്ണ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്ന് എടുക്കുവാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവസ്ഥ മോശമാവുകയാണ്. പിന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ പവന്റെ കണക്കല്ല, എമൗണ്ടിലേക്ക് ഒപ്പിച്ച് ഇത്ര ലക്ഷം രൂപയ്ക്കുള്ള ഗോൾഡ് തരാം, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ ക്യാഷായിട്ട് തരാം എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വ്യാപാരത്തിന്റെ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് കുറയുന്നുണ്ട്. ഇപ്പൊ 50 പവൻ ഉദ്ദേശിക്കുന്നവര് 10 20 പവനുമായിട്ട് കുറയുന്നു ഇപ്പോൾ. അതാണ് സ്വന്തം വ്യാപാരത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നം. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് നല്ലോണം വില കുറയുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാനുണ്ടോ? ഈ വിദഗ്ധരെല്ലാം പറയുന്നതും വില കൂടുമെന്നുള്ള തരത്തിൽ തന്നെയാണ്. പക്ഷെ നമുക്കറിയാം, ജ്വല്ലറികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നു. അപ്പോൾ ഈ വില എങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് കുറയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആളുകൾ എത്തുന്നുണ്ടോ? അതായത് മുൻപും നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ജനുവരി ഫെബ്രുവരിയിലേക്ക് ഒരു പവന് 14,000 രൂപയോളം വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അതിപ്പം 13,355. ഇന്ന് 2 വിലയാണ് ഇന്ന് വന്നിരിക്കുന്നത്. രാവിലെ കട തുറക്കുമ്പോൾ 13,355 ആയിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ അത് 13,405 50 രൂപയുടെ വില കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ 14,000 എത്താൻ ഇനി വലിയ ദൂരം ഇല്ല. പക്ഷേ ഇപ്പോഴുള്ള അനുമാനത്തിൽ അവിടെയും നിൽക്കുമെന്നുള്ള ഒരു രീതി അല്ല കാണുന്നത്. ഇനിയും വില കൂടും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് പുറത്തുള്ള ഈ മറ്റ് രാജ്യങ്ങളുടെ ഈ യുദ്ധഭീഷണിയും ഈ ട്രേഡ് വ്യാപാരത്തിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി പ്രശ്നങ്ങള് ഇതെല്ലാം ഇതിനെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു കുറവുണ്ടായാൽ മാത്രമേ ഇത് വില താഴുന്ന ഒരു പ്രശ്നത്തിലേക്ക് വരുള്ളൂ. അതല്ലെങ്കിൽ ഒരു കാരണവശാലും താഴുന്ന അടുത്ത സമയങ്ങളിൽ താഴുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അപ്പുറത്തെ ടെൻഷൻ ഇങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ. അത് സത്യത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം ട്രംപിന്റെ പ്രശ്നം കൊണ്ട്, വാറിന്റെ പ്രശ്നം കൊണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പോഴും ഇന്ത്യക്ക് കൂട്ടി വെച്ചിരിക്കുന്ന 50%, ചൈനയ്ക്ക് 120%, അതിലൊന്നും വരെ ഇളവ് വന്നിട്ടില്ല. അത് കൂടാതെ തന്നെ ഫെഡറൽ റിസർവ് ബാങ്കുകളുടെ എല്ലാം ട്രംപിന്റെ അമേരിക്ക പെർസെന്റേജ് കുറയ്ക്കും എന്നുള്ളൊരു ധാരണയിൽ ഷെയറുകളും അതിലേക്ക് ഫണ്ട് ചെയ്യുന്ന രീതികളൊക്കെ മാറിയിട്ട് സ്വർണത്തിലേക്കാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും വില ഇപ്പോഴത്തെ ട്രെൻഡിൽ അടുത്ത മാസങ്ങളിലൊന്നും വില കുറയുന്ന ഒരു ടെൻഡൻസി കാണുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ ജസ്റ്റിൻ പാലത്ര പ്രതികരിച്ചതിന്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹമാണ് ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ എത്തുന്നത് വളരെ കുറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഗ്രാമിന് 14,000 കടക്കും വില എന്നുള്ളതാണ് അദ്ദേഹം ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്വർണ്ണവില കൂടി നിൽക്കുക എന്നുള്ള തരത്തിലേക്ക് മാത്രമാണ് പോകുന്നത്. ഒരു കുറവിലേക്ക് പോകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് വിദഗ്ധരുൾപ്പെടെയെല്ലാം പറയുന്നത്. എന്തായാലും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.